ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന പ്രദേശത്ത് ഇഫ്താഹിനെ പോലെ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്നാണ് തിരുവനന്തപുരത്തിൽ കാണുന്നത്. എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്റെ പിതാവ് ഒരു റോമൻ കത്തോലിക്കനും അമ്മ SNDP-കാരിയുമാണ്. അമ്മ 17 വർഷം ശബരിമലയുടെ 18-ാം പടി ചവിട്ടിയ ഒരു ഈഴവ ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു മാതാവാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പിതാവ് ഒരു റോമൻ കത്തോലിക്കനുമാണ്. എനിക്ക് ഇളയതായിട്ട് ഒരു അനിയനും ഒരു പെങ്ങളുമുണ്ട്. 4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പനും അമ്മയും തമ്മിൽ, എനിക്ക് 4.5 വയസ്സ്, എന്റെ അനിയന് 3 വയസ്സ്, എന്റെ പെങ്ങൾക്ക് 1.5 വയസ്സ്. അപ്പനും അമ്മയും കുടുംബജീവിതം അവസാനിപ്പിച്ചു. ഞാൻ എന്റെ വല്യപ്പന്റെ കൂടെ, അതുപോലെ തന്നെ എന്റെ പെങ്ങളെ അപ്പന്റെ ഒരു പെങ്ങള് കൊണ്ടുപോയി, അനിയനെ ഒരു അപ്പന്റെ പെങ്ങള് കൊണ്ടുപോയി. അനന്തരം എന്റെ അപ്പൻ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അനാഥത്വത്തിന്റെ അവസ്ഥയിലൂടെ യാത്ര ചെയ്തു. 10-ാം ക്ലാസിന്റെ പടി കടന്നു പോകാൻ കഴിയാത്ത വിദ്യാഭ്യാസ യോഗ്യതയുമായി 12 വയസ്സ് കാലഘട്ടങ്ങൾ വരെ വല്യപ്പനും വല്യമ്മയും വളർത്തി. 12-ാം വയസ്സിൽ പെരിയാറിന് കുറുകെ വള്ളം കടത്തുവാൻ തുടങ്ങി. അതിനുശേഷം സുൽത്താനിയ എസ്റ്റേറ്റിൽ 77-ൽ CITU-വിൽ അംഗമായി. 14-ാമത് വയസ്സിൽ 1977 ഓഗസ്റ്റ് മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ചെങ്കൊടി കരങ്ങളിലേന്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വമുള്ള CITU-വിലൂടെ ഒരു എസ്റ്റേറ്റിൽ ഒരു ജോലിക്കാരനായി ബാലനായി ഞാൻ മാറി. ചില വർഷങ്ങൾ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഡ്രൈവിംഗ് പഠിച്ചു. എന്നാൽ വീണ്ടും പരപ്പ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ ഒരു ലോഡിംഗുകാരനായി മാറി. അങ്ങനെ ഒരു ലോഡിംഗ് തൊഴിലാളിയായി മാറിയപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള HMS എന്ന് പറയുന്ന ജനതാ പാർട്ടിയുടെ നേതൃത്വമുള്ള ട്രേഡ് യൂണിയനിലേക്ക് ചേക്കേറി. എന്നാൽ പിന്നത്തേതിൽ ലോഡിംഗ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഞാൻ രാഷ്ട്രീയക്കാരനായി മാറി. വളരെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ജില്ലാ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഞാൻ പിന്നത്തേതിൽ അനവധി സിവിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി മാറ്റപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ എന്റെ പിതാവ്, എന്റെ കൊച്ചമ്മ തന്നെ ഒരു വിവാഹാലോചന നടത്തി. SNDP കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ അവർ വിവാഹം ആലോചിച്ചു. ഞാൻ പോയി കണ്ടു. അങ്ങനെ എന്റെ പിതാവും കൊച്ചമ്മയും ആലോചിച്ച പെൺകുട്ടിയെ വിവാഹം നിശ്ചയിച്ചു. എവിടെ വെച്ച് കല്യാണം നടക്കും? പള്ളിയിൽ വെച്ച് കല്യാണം നടക്കുകയില്ല, അമ്പലത്തിലും വെച്ച് കല്യാണം നടക്കുകയില്ല. ഞാൻ എന്റെ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ നമ്മുടെ പാസ്റ്ററെ ഒന്ന് കാണിക്കുവാൻ ഇടയായി. പോയ വഴികളിൽ ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ വിവാഹ സർട്ടിഫിക്കറ്റും ചില രേഖകളും കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ വെച്ച് വിവാഹം നടക്കും? പള്ളിയിൽ വെച്ച് നടക്കുകയില്ല, കാരണം അമ്മ SNDP. അമ്പലത്തിൽ വെച്ചോ ഒന്നും നടക്കുകയില്ല, കാരണം അപ്പൻ റോമൻ കത്തോലിക്കൻ. അങ്ങനെ എന്റെ വിവാഹം നടക്കുന്നത്, ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമാണ്. അങ്ങനെ വന്ന് എന്റെ വിവാഹം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് സഖാവ് MC ചാക്കോ മാലയെടുത്ത് കരങ്ങളിൽ തന്നൊരു വിപ്ലവ പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുവാൻ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. എന്നാൽ ഞാൻ പറയേണ്ട, ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ നൽകി. ഇന്നാണ് ദൈവം എന്ന പദം ഉപയോഗിക്കുന്നത്. ഭാര്യവിഹിതമായി കിട്ടിയ വസ്തുവകകളൊക്കെയും രാഷ്ട്രീയ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. ദൈവമില്ലാത്ത ജീവിത സാഹചര്യത്തോടെ മുൻപോട്ട് പ്രയാണം ചെയ്തു. അനവധി സമരങ്ങൾ നടത്തി. എനിക്ക് ലഭിച്ചത്, പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ക്യാമറ ഒക്കെ പിടിക്കുന്നതുകൊണ്ട്, എന്റെ പഴയ രാഷ്ട്രീയ ആശാനായിരുന്ന മണിയാശാൻ 1, 2, 3 എന്ന് പറഞ്ഞ് ഒന്നിനെ അടിച്ചു കൊന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തിയ വിവാദമുണ്ട്. 77-ൽ CITU-വിൽ വരുമ്പോൾ അന്ന് ഈ പ്രസ്ഥാനത്തിൽ, ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അപ്പോൾ ഈ ക്യാമറ ഒക്കെ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണമല്ലോ പറയാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, 5 കോടതികളിൽ 13 സിവിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി. കേരള ഹൈക്കോടതി, കട്ടപ്പന സബ് കോടതി, കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് കോടതി, പീരുമേട് ഫസ്റ്റ് ക്ലാസ് കോടതി, ഇടുക്കി ഫസ്റ്റ് ക്ലാസ് കോടതി, 5 കോടതികളിൽ സിവിലായി, ക്രിമിനലായി, വാദിയായി, പ്രതിയായി, സാക്ഷിയായി 5 കോടതികളിൽ 13 സിവിൽ ക്രിമിനൽ കേസിൽ പ്രതിയും. ബഹുമാനപ്പെട്ട പീരുമേട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവനുസരിച്ച് ഒന്നിടവിട്ട ബുധനാഴ്ച പകൽ 10 മണിക്ക് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ പോയി നല്ല നടപ്പ് ജാമ്യത്തിൽ ഒപ്പിട്ട് വരുന്ന ഒരു ജോലിയും, ശമ്പളം ഒന്നും കിട്ടത്തില്ല, ഒപ്പിടണം. അങ്ങനെ 1.25
ജാമ്യത്തിൽ ഒപ്പിട്ടു. ഈ സന്ദർഭത്തിലാണ് 1995 നവംബർ 20 എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ സമരത്തിന് നേതൃത്വം നൽകി ആലപ്പുഴയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്നത്തെ ഉപ്പുതല SI VK അരവിന്ദാക്ഷൻ സാർ അവിടെ SI ആണ്. എന്റെ അവസാനത്തെ രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം നൽകി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു മാർച്ച് നടത്തി മടങ്ങി. എന്നാൽ 95 ഡിസംബർ 2 ശനിയാഴ്ച രാവിലെ 8:15 മണിക്ക് ഉപ്പുതറ പോലീസ് സബ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട VK അരവിന്ദാക്ഷൻ സാറും ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ചില നാളുകൾക്ക് മുൻപും ഇമിഗ്രേഷനിൽ SI ആയിരിക്കുന്ന അന്നത്തെ HSC സുരേഷ് സാർ ഉൾപ്പെടെയുള്ള പോലീസ് ടീം കടന്നു വന്നു. എന്റെ മോനോട് ചോദിച്ചു, പപ്പ ഇവിടെ ഉണ്ടോ? ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ ഇടയായതിന്റെ പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്റെ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, മോൾ 2-ലും. ആ ഹെഡ് കോൺസ്റ്റബിൾ ഇന്നത്തെ SI അന്നത്തെ HSC മോനോട് ചോദിച്ചു, പപ്പ ഇവിടെ ഉണ്ടോ? മോൻ പറഞ്ഞു, ചാച്ചൻ എന്നാണ് എന്നെ വിളിക്കുന്നത്, ചാച്ചൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇറങ്ങി വന്നപ്പോ പറഞ്ഞു, SI വണ്ടിയിലുണ്ട്, അവിടെ വരെ ഒന്ന് വരണം. ഞാൻ അവിടേക്ക് കടന്നു ചെന്നപ്പോ SI പറഞ്ഞു, സ്റ്റേഷൻ വരെ വരണം, ചില കാര്യങ്ങളൊന്ന് ചോദിക്കാനാണ്. അങ്ങനെ ആ വണ്ടിയുടെ പുറകുസീറ്റിലിരുന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് SI പറഞ്ഞു, CI ഹബീബ് റഹ്മാൻ റാവുത്തർ സാർ പിന്നത്തെ SP ആയി അദ്ദേഹം കഴിഞ്ഞ വർഷം സർവീസിൽ വിരമിക്കുവാനിടയായി എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ CI ഇപ്പോൾ വരുന്നുണ്ട് താങ്കളെ ചോദ്യം ചെയ്യാൻ വേണ്ടി. എന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒന്ന്, ഒരു വീട് തീ കത്തിച്ച് ഒരു വല്യമ്മയെ തല്ലി പട്ടികജാതി പീഡനം. അതിന് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് CI വരുമെന്ന് പറഞ്ഞ് ഉപ്പുതറ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഏറ്റവും അവസാനമായി വീണ്ടും അവിടെ നിർത്തി. ആ ലോക്കപ്പിനെ എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അങ്ങനെ അവിടെ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് വീണ്ടും ആ ലോക്കപ്പിൽ നിൽക്കുമ്പോൾ എന്റെ 2 മക്കൾ, എന്റെ ഭാര്യ, അവളുടെ വിഹിതമായി കിട്ടിയ വസ്തുവകളൊക്കെ നശിപ്പിച്ച് ഒരു ഗ്രാമത്തിൽ അല്പ സ്ഥലമൊക്കെ 10-15 സെന്റ് സ്ഥലമെടുത്ത് അവിടെ താമസിച്ച് വരുന്നൊരു സന്ദർഭമാണ്. അങ്ങനെ അവിടെ ആ ലോക്കപ്പിൽ ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ പഴയ ലോക്കപ്പിന്റെ വലിയ കമ്പി 9, ചെറിയ കമ്പി 5 ഒരിക്കൽ കൂടി എണ്ണി അവിടെ നിൽക്കുകയാണ്. പ്രതികാര ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്തിന് ജീവിക്കുന്നു എന്ന ചിന്ത എന്റെ ഉള്ളിൽ കടന്നു. ചെയ്യാത്ത കുറ്റത്തിന് വീണ്ടും പോലീസ് അവിടെ ലോക്കപ്പ് ചെയ്യുവാനിടയായി. അവിടുത്തെ പീരുമേട് കോടതിയിലേക്കും അനന്തരം ജയിലിലേക്കും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ 2 മക്കൾ, എന്റെ ഭാര്യ, അവരെ ഓർക്ക് വേദനയോടെ ആ ലോക്കപ്പിൽ നിൽക്കുമ്പോൾ അന്നത്തെ HSC ഇന്നത്തെ ഒരു SI, ഞാൻ ലോക്കപ്പിനകത്ത്, അദ്ദേഹം പുറത്ത്, അദ്ദേഹത്തിന്റെ ചെറുവിരൽ ഇങ്ങനെ ആട്ടിയിട്ട് എന്നോട് പറയുകയാണ്, പോലീസിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ആ സെല്ലിൽ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്നെ വിടുവിക്കട്ടെ. ഞാൻ 7000-ൽ പരം കവലപ്രസംഗങ്ങൾ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെയും ഈ സാക്ഷ്യങ്ങൾ ഞാൻ പ്രസ്താവിക്കാറുണ്ട്. കാരണം കവല എന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ സാക്ഷ്യങ്ങൾ ഇതേ നില ഞാൻ പറയും. ഞാൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ്. ആ ലോകത്തിൽ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു അശരീര സ്വരം ഞാൻ കേൾക്കുകയാണ്. SIയോടെന്ന് പറയുക, അരമണിക്കൂറിനുള്ളിൽ നിന്ന് ഫോൺ ചെയ്ത് മടങ്ങി വരാം. ഞാൻ അവിടെ തന്നെ തോന്നലായിരിക്കുമെന്ന്. അല്ല, ആ സ്വരം 2ാം പ്രാവശ്യവും ഞാൻ കേൾക്കുകയാണ്. SIയോടെന്ന് പറയുക, അരമണിക്കൂറിനുള്ളിൽ ഒന്ന് ഫോൺ ചെയ്ത് മടങ്ങി വരാം. ഞാൻ പോലീസുകാരോട് ചോദിച്ചു, സാർ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ താങ്കളോട് ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് SIയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കേരള പോലീസിൽ DYSP ആയിരിക്കുന്ന അന്നത്തെ SI VK അരവിന്ദാക്ഷൻ സാറിന്റെ അടുക്കിലേക്ക് എന്നെ പോലീസുകാരൻ കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ഉപ്പുതറ വരെ പോയി ഒന്ന് ഫോൺ ചെയ്ത് മടങ്ങി വരാം എന്ന് പറഞ്ഞു. എനിക്ക് ജാമ്യം തരികയില്ല എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു, പോയി ഫോൺ ചെയ്തിട്ട് മടങ്ങി വരുവാൻ വേണ്ടി പറഞ്ഞു. അവിടുന്ന് ഞാൻ ഇറങ്ങി പെരിയാർ കുറുകെ ഇറങ്ങി നടന്ന് പരപ്പെന്ന ഒരു പ്രദേശത്ത് വന്നൊരു ബസ്സിൽ കയറി കട്ടപ്പനയ്ക്ക് യാത്ര ചെയ്തു. 2 വക്കീലന്മാർ, അഡ്വക്കേറ്റ് തോമസ് പെരുമന, സജി അഗസ്റ്റിൻ ഒഴികെയിൽ ഇവരെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, പോലീസിനെ പിടികൊടുക്കരുത്, കോടതിയിൽ സത്യം ബോധ്യപ്പെടുത്തി ജാമ്യത്തിൽ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ഒളിവിൽ പോകുവാനിടയായി. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കട്ടപ്പനയിൽ ഒരു ലോഡിംഗ് തൊഴിലാളിയും അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുമായ, ഇപ്പോഴാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്, റോയ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം, ഭാര്യയെ കൊണ്ടുവരണം. എന്റെ ഒരു ബന്ധുവിനെ പറഞ്ഞയച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ പാർത്തു. എന്റെ കുഞ്ഞുങ്ങളും ഭാര്യ അവിടെ കടന്നു വന്നു. പോലീസ് ഒരു ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ആ ഒളിവിലിരിക്കുമ്പോൾ ദൈവമക്കളെ, ജീവിതം നിരാശയുടെ അനുഭവം, എന്തിന് ജീവിക്കുന്നു എന്നുള്ള ജീവിത സാഹചര്യം. എന്നാൽ എന്റെ ഭാര്യയും ഞാനുമായി അവിടെ വന്നപ്പോൾ
ഞാൻ അന്ന് എൻ്റെ ഭാര്യയെ വഴക്ക് പറയുക, അവളെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ വീട്ടിലെ അമ്മ എന്നോട് ചോദിച്ചു, എന്താണ് നിനക്ക് ഭ്രാന്താണോ? സമനില തെറ്റ് പോലുള്ള അവസ്ഥയിൽ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാൻ, ആ വീട്ടിലായിരുന്ന അമ്മ അവർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ ആ റോയ് എന്ന് പറയുന്ന സഹോദരനുണ്ട്, എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തുന്ന പേന ആ മേശപ്പുറത്ത് ഊരി വെച്ച് 95 ഡിസംബർ 9 ശനിയാഴ്ച പകൽ 11:15 മണിക്ക് ഇങ്ങനെ പറഞ്ഞു, റോയി, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്നു, ഞാൻ സുവിശേഷകനാകുവാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ യേശുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. 95 ഡിസംബർ 9 ശനിയാഴ്ച. അനന്തരം ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് കടന്നു ചെന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവർ ഇങ്ങനെ പറഞ്ഞു, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്കും ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ പോകും. ദൈവമക്കളെ, ഞാൻ കേട്ടപ്പൊടി കാപ്പിപ്പൊടി, വൽപ്പൊടി, അരിപ്പൊടി ഇതൊക്കെയാണല്ല. ആരോഗ്യമുണ്ടെന്ന് അഭിമാനിക്കുന്ന, വിദ്യാഭ്യാസമുണ്ടെന്ന് നാം അഭിമാനിക്കുന്ന, പണമുണ്ടെന്ന് അഭിമാനിക്കുന്ന ഈ ശരീരം ഇത് മണ്ണോട് മണ്ണ് ചേരും. എന്നാൽ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകും. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം. 2000ഓളം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുള്ള യേശുവിന്റെ വചനം എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. യേശുവിന് വേണ്ടി പിടികൊടുത്തു. ഏതാണ്ട് 3.25 മാസക്കാലം കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ നിന്നു. അനന്തരം ദേവദാസൻ അറിയാവുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ പി ജെയിംസ് ജീവൻ കുമാർ എന്ന് പറയുന്ന ബുദ്ധമതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അതുപോലെ തന്നെ ഒരു ജോഷുവ എന്ന് പറയുന്ന പാസ്റ്റർ, ഈ ദൈവദാസന്മാരൊക്കെ എന്നോട് സുവിശേഷം പറയുകയും ഞാൻ വിശ്വാസ സ്നാനത്തിന് തീരുമാനമെടുക്കുകയും സ്നാനപ്പെടുന്നതിന് മുൻപ് പോലീസിന് കീഴടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പിടികൊടുക്കുവാൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ സ്റ്റേഷനിൽ SI ഇല്ല. ഞാൻ ആ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ SI, ഇന്നത്തെ DYSP VK അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന അന്നത്തെ SI, അദ്ദേഹം താമസിക്കുന്ന പ്രൈവറ്റ് ക്വാർട്ടേഴ്സിൽ വന്ന് കഥകിൽ തട്ടി, വേദപുസ്തകം എന്റെ നെഞ്ചോട് ചേർത്ത് ആ കഥകിൽ തട്ടി. കഥക് തുറന്നു വന്ന ആ SIയുടെ റൂമിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, സാർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചു, ഞാൻ സുവിശേഷകനാകുവാൻ നിശ്ചയിച്ചു, സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, താൻ എന്നെ വളരെ വേദനിപ്പിച്ചു, എങ്കിലും തന്നിൽ വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, പോയി ഒപ്പിട്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ആ പോലീസ് സ്റ്റേഷൻ മുമ്പ് ഞാൻ ധർണ നടത്തി. AK ആന്റണി സാർ മുഖ്യമന്ത്രി ആയപ്പോൾ 95 നവംബർ 3 ഞാൻ ഈ SIക്കും ഒരു ASIക്കും എതിരെ പരാതി കൊടുത്ത വ്യക്തിയാണ്. ആ SI എന്നോട് പറയാ, താൻ എന്നെ വളരെ വേദനിപ്പിച്ചു, എങ്കിലും തന്നിൽ വന്ന ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, ഒപ്പിട്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഞാൻ ഒപ്പിട്ടിട്ട് ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ അന്ന് 18 പടിയോ പഴയ ലോക്കപ്പിന്, അത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇങ്ങനൊരു വാക്യം ഞാൻ കണ്ടു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടുമില്ല. ഞാൻ അന്ന് മുതൽ തീരുമാനത്തിലേക്ക് വന്ന് ഈ വേദപുസ്തകവുമായിട്ടേ സഞ്ചരിക്കുകയുള്ളൂ. കൃപയാൽ ഈ വേദപുസ്തകം അന്ന് മുതൽ പരപ്പ് സ്റ്റാൻഡിലെ ലോഡിങ്ങുകാരനായിരുന്ന എന്റെ ജീവിതത്തിൽ ഈ വേദപുസ്തകം ചുമക്കുവാൻ തുടങ്ങി. അതിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറ്റി. 2003 സ്വർഗത്തിലെ ദൈവം എന്റെ കേസുകളിൽ നിന്ന് മാറ്റം വരുത്തി. 1996 മെയ് മാസം 5-ാം തീയതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. എന്റെ ഭാര്യ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. 1996 നവംബർ 24-ാം തീയതി ഞായറാഴ്ച ഉപ്പുതറയ്ക്ക് സമീപം പരപ്പ് എന്ന സ്ഥലത്ത്, അവിടെ നിന്ന് പാസ്റ്റർ ജോഷുവ, അതുപോലെ ഞങ്ങളുടെ ഉപ്പുതറയിലുള്ള ഈശോയുടെ സെന്ററിന്റെ പാസ്റ്ററായ പാസ്റ്റർ KV വർക്കി എന്നിവരും മറ്റു ദൈവദാസന്മാരും വന്നുകൂടിയ വേദിയിൽ എന്റെ ജന്മനാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശുവിന്റെ നാമമാണെന്ന് വിളിച്ചു പറയുവാൻ ഇടയാക്കി. രാഷ്ട്രീയ രംഗത്ത് ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ട്, ഇല്ലാത്തത് കൊണ്ടല്ല. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ യേശു എന്നെ രക്ഷിപ്പാൻ ഇടയായി. യേശുവാണ് യഥാർത്ഥ നേതാവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ മൈക്ക് വാടകയ്ക്കെടുത്ത് പരസ്യയോഗത്തിന് കടന്നു പോകുമായിരുന്നു. അനന്തരം ചെറിയ ഹാൻഡ് മൈക്കുമായി കടന്നു പോകാനിടയായി. ദൈവം ഒരു ദർശനം നൽകി, മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ്. കൃപയാൽ ആ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് രജിസ്റ്റർ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. 16 വർഷം അതിന്റെ പ്രവർത്തനങ്ങളെ നടത്തി
17ാമത് വാർഷികം ഈ ഡിസംബറിലേക്ക് അത് വരുവാൻ ദൈവം ഇടയാക്കി. എന്റെ കേസുകൾ ദൈവം എന്നെ വിടുവിച്ചു. ദൈവം അത്ഭുതത്തോടെ എന്നെ മാനിച്ചു. എവിടെ എന്നെ നിന്ദിച്ചോ അവിടെ ഈ ദൈവം എന്നെ മാനിക്കുവാൻ ഇടയാക്കി. ഈ സാഹചര്യത്തിലാണ് ദൈവമക്കളെ ഇംഗ്ലണ്ടിന് പോകുവാൻ ഒരു ദൈവദാസനോട് ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് പോയി മടങ്ങി വന്ന് 1 മാസം കഴിയുമ്പോൾ ഗൾഫ് മേഖലയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ആരും എന്നെ വിളിച്ചത് കൊണ്ടല്ല ഇവിടെയും ഞാൻ കടന്നു വന്നത്. ഇംഗ്ലണ്ടിലേക്കുള്ള എന്റെ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറയട്ടെ, മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയത്തില്ലാത്ത എന്റെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലണ്ടിൽ എന്നെ വിളിച്ചത് എന്റെ പപ്പായുടെ അനിയന്റെ മോളാണെങ്കിലും കിഡ്നി രോഗത്താൽ അവർ വളരെ പ്രയാസപ്പെട്ടു. വിസയുടെ കാലാവധിയൊക്കെ തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വിസ കിട്ടി 20 ദിവസമായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഇറങ്ങി. മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയത്തില്ലാത്ത ഞാൻ ഒരിക്കലും ഒരു പാസ്റ്ററിനോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ നോട്ടീസ് അടിക്കുമ്പോൾ ഡിഗ്രി എന്താ വെക്കണ്ടേ? ഞാൻ പറഞ്ഞു, ബ്രദർ കുര്യാക്കോസ് എം കുടക്കച്ചറ എന്ന എന്റെ പേര് അങ്ങനെയാ വെക്കുന്നത്. പിന്നെ സഭാ പാസ്റ്ററായി ഞാൻ ഒരു 4 വർഷം ഒരു സ്വതന്ത്ര ഇറച്ചിലിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ എന്ന് വെച്ചോ പറ്റില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഡിഗ്രി എന്താ? ഇങ്ങനെ പരസ്യബോധനം കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നല്ലോ, ഡിഗ്രി. ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ പോയോ? ഇല്ല, കോളേജിൽ പോയിട്ടില്ല. പിന്നെ അല്ലേ ബൈബിൾ കോളേജ്. അവസാനം എന്റെ കൂടെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം ഡിഗ്രിയുടെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു നിർബന്ധമാണ് ഇങ്ങനെ വെച്ചോളാൻ പറഞ്ഞത്. അത് UK പോയപ്പോഴും വലിയ ഗുണമായി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ MA എന്ന് വെച്ചോളാൻ പറഞ്ഞു. MA ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം മലയാളം അറിയാം. അങ്ങനെ അർത്ഥമുണ്ട്, മലയാളം അറിയാം. അങ്ങനെ ഹീബ്രുവിൽ ചെന്നിറങ്ങാനിടയായി. അവിടെ സാഹിബ് എന്നോട് സംസാരിക്കുക. ഞാൻ പോയപ്പോൾ ഒരു പാസ്റ്ററോട് പറഞ്ഞു, അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ലാത്ത എന്റെ കുഴപ്പമാണോ? മലയാളം അറിയാവുന്ന ആളെ വേണം അവിടെ ഇരുത്താൻ വേണ്ടി. എന്നെ പിന്നെ ദൈവമാണ് അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനെ പാട്ടെഴുതിയപ്പം, യേശു വിലായാൽ ശാപങ്ങൾ മാറും, യേശു അയച്ചാൽ എതിരികൾ തോൽക്കും, യേശു വിലായാൽ ശാപങ്ങൾ മാറും, യേശു അയച്ചാൽ എതിരികൾ തോൽക്കും, കടലയിരച്ചാൽ രോഗങ്ങൾ വന്നാൽ, കടലയിരച്ചാൽ രോഗങ്ങൾ വന്നാൽ കർത്തൻ കരം നീട്ടി കരകയറ്റും. യേശുവിലായാൽ, യേശു അയച്ചാൽ, അണലി കയ്യെ പറ്റിയാലും ഉണ്ടല്ലോ അത് തീ കൊടഞ്ഞു കളയാനായിട്ട് ഇടയാകും. ഞാൻ പറഞ്ഞത് ദൈവം അത്ഭുതത്തോടെ നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. അനവധിയിടങ്ങളിൽ പരസ്യമായി നിൽക്കുവാൻ ഇടയാക്കി. എന്നാൽ ബാങ്കിൽ ഒരു ബാലൻസ് ഒന്നും ഈ സുവിശേഷ പ്രവർത്തനത്തിലില്ല. മാസാമാസം വാടക കൊടുക്കേണ്ടടുത്ത് ദൈവം കൃത്യമായിട്ട് അത് തരുന്നുണ്ട്. ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഇറങ്ങിയിടത്ത് ഇന്ന് ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇന്ന് ഒരു സ്വിഫ്റ്റിന്റെ വണ്ടി CC അടയ്ക്കണമെങ്കിലും, ഞാൻ ദാരിദ്ര്യം പറയുന്ന ആളല്ല, ഒരു ഈക്കോയുടെ വണ്ടി 2 വണ്ടി ദൈവം തന്നു. ഞാൻ സൈക്കിൾ ഉന്തിക്കൊണ്ട് കേരളത്തിന്റെ 11 ജില്ല നടന്നപ്പോൾ അബുദാബിയിൽ ജോലിയുള്ള ഒരു സണ്ണിച്ചായൻ ഒരു MIT വാങ്ങി തന്നു, മീൻ വണ്ടി. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ സഞ്ചരിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഈക്കോ, അതിനൊക്കെ കൃത്യം ഒരു മുടക്കവും ഇല്ലാതെ കൊണ്ട് എന്റെ ദൈവം എന്ത് ചെയ്തു, അതിന്റെ പൈസ അടച്ചു വീട്ടുവാനിടയായി. ഇപ്പൊ ഒരു സ്വിഫ്റ്റിന്റെ വണ്ടി കൂടെ ഉണ്ട്, 50 മാസം അടയ്ക്കണം. പക്ഷേ ഒരൊറ്റ കുടിശ്ശീലകൾ പോലും ഇല്ലാതെ ഈ പുസ്തകം എടുത്തതുകൊണ്ട് ആരും പിടിച്ചു നിൽക്കുവാൻ ഇടയാക്കാതെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുവാൻ ഇടയാക്കാതെ എന്നെ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്. പകൽ ഉള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ജയിലിൽ മാത്രമല്ല, മന്ത്രി PJ ജോസഫ് സാറിന്റെ കാര്യം പറഞ്ഞത് നമ്മെ ദൈവദാസൻ ഓർമ്മപ്പെടുത്തി. മന്ത്രിമാരെടുക്കലെങ്കിൽ മന്ത്രിമാരെടുക്കല്. ഞാൻ പറയട്ടെ, ഈ ദൈവം അയക്കുന്ന ഇടങ്ങളിൽ അത്ഭുതത്തോടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കുന്ന TV പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെയും 9 മിനിറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറുമായി ഇവിടുന്ന് ഇപ്പൊ വലിയ വിവാദമൊക്കെ കേരളത്തിൽ കൊടുമ്പരി കൊള്ളുകയാണെങ്കിലും ഞാൻ ഇവിടെ ഇന്നലെ 9 മിനിറ്റോളം അദ്ദേഹമായിട്ട് സംസാരിക്കാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവമക്കളെ, രാഷ്ട്രീയ രംഗത്തോ ഭരണരംഗത്തോ പിടിപാടില്ലാതിരുന്നുകൊണ്ടല്ല. ഇനി അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പം കോൺഗ്രസ് ആണെന്ന് വിചാരിക്കേണ്ട, അത് കോടിയേരി ബാലകൃഷ്ണൻ സഖാവായിരുന്നാലും വിഷയമല്ല. കാരണം രാഷ്ട്രീയത്തിൽ ഒത്തിരി ആളുകളുമായി പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ യേശുവിന് സമനായി ഒരുവൻ മാത്രം, അത് നസ്രയനായ യേശു മാത്രമാണ്. ഒരിക്കൽ തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി മുസ്ലിം മുദ്രാവാക്യം വിളിച്ചെങ്കിൽ ഇന്ന് വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു പേപ്പറില് ഇങ്ങനെ പേപ്പറുകാരുടെ വാർത്ത ഇങ്ങനെ വരുത്തി, ഇത്
മംഗളം ദിനപത്രമാണ്. 2004 പുറത്തിറങ്ങിയ മംഗളം ദിനപത്രത്തിന്റെ ഈ പുറം പേജിൽ ഒരു വാർത്ത, വിപ്ലവത്തിന് വാളെടുത്ത കുര്യാക്കോസ് ഇപ്പോൾ ദൈവദാസൻ എന്ന് അവർ പ്രസിദ്ധീകരിക്കാനിടയായി. ഒരിക്കൽ കേരള പോലീസിന് തലവേദനയായി, നല്ല നടപ്പ് ജാമ്യക്കാരനായി, ശവപ്പെട്ടിക്കുള്ളിൽ മരണം വരെ സമരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് യാത്ര ചെയ്ത എന്റെ ജീവിതത്തിൽ ഇത് ഒരു ക്രിസ്ത്യൻ പ്രസിദ്ധീകരണമല്ല. ഈ പേപ്പറിൽ അവരെന്ത് ചെയ്തു, എന്റെ നടപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ എഴുതി, വിപ്ലവത്തിന് വാളെടുത്ത കുര്യാക്കോസ് ഇപ്പോൾ ദൈവദാസൻ. അതെ, ഏത് വ്യക്തിയോട് പറഞ്ഞാലും നിങ്ങൾ യേശുവിൽ ആശ്രയിക്കാൻ തന്നെ അവരോട് പറയുക. അത് ജോസ് തെറ്റയിലോടും ഇതൊക്കെ ധൈര്യമായിട്ടോ ഒരു കുഴപ്പമില്ല. കാരണം ഏത് വ്യക്തിയെ കണ്ടാലും എന്താണ്, യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ അടുക്കൽ നീ മടങ്ങി വരണം. യേശു മാത്രമാണ് ഭാവിയുടെ രക്ഷകൻ എന്ന് പറയുവാൻ വിദ്യാഭ്യാസത്തിന്റെ കഴിവിനേക്കാൾ വലിയ വിദ്യാവിഹീനനായ എന്നെയും തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഈ കർത്താവിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് അല്പസമയം ഇരുന്നുകൊണ്ട് ദൈവവചനത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി എനിക്ക് ലഭിച്ച സമയം തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 10-ന്റെ ദൈവമക്കളെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല.